ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. നമുക്ക് പപ്പായ കൊണ്ടൊരു ഷേക്ക് ഉണ്ടാക്കാം കേട്ടോ. പപ്പായ ഉണ്ടോ, എൻ്റെ അടുത്ത വീട്ടിൽ നിന്ന് എനിക്ക് തന്നതാണ്. അതുകൊണ്ട് ഞാനൊരു ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇത് മൊത്തം എടുക്കൂല, പകുതി എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് പാല് വേണം. പിന്നെ ബദാമും കശുവണ്ടിയും പരിപ്പും കൂടി ഒരു 6 ബദാം എടുത്തിട്ടുണ്ട്. ഒരു 5 കഷ്ണം കശുവണ്ടി പരിപ്പുണ്ട്. ഇതെല്ലാം കൂടി ഞാൻ മിക്സിയിൽ അടിച്ചെടുത്താണ്. അല്ലെങ്കിൽ ജ്യൂസ് ഈ ഫ്രൂട്ട്സിൻ്റെ കൂടെ ഇട്ട് അടിച്ചാൽ അത് അരഞ്ഞു പോകില്ല. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുത്തതാണ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്കൊരു ഏലക്കയൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ ചേർക്കുന്നുണ്ട് ഏലക്ക. അപ്പം നമുക്കിത് മുറിച്ച് ഉണ്ടാക്കി ഞാൻ പകുതി എടുക്കുള്ളൂ. ഇതിൽ നിന്നൊരു പൂവമ്പഴം എടുക്കും. ഈ ഒരു പൂവമ്പഴം പപ്പായ ഇപ്പം ഞാൻ മാറ്റി വെച്ചിട്ട് പകുതി എടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിത് പകുതി മുറിച്ചെടുക്കാവേ. ഇത് മാറ്റി വയ്ക്കും. നമുക്ക് നല്ലോണം തൊണ്ടൊക്കെ കളഞ്ഞ് പീസാക്കി എടുക്കാം കേട്ടോ. നല്ല ഹെൽത്തിയായ സാധനമാണ് പപ്പായ. എല്ലാവർക്കും നല്ല ഗുണം ചെയ്യുന്നത്. നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് പീസാക്കാം. ഇത് കഴുകി വെച്ചിരിക്കുകയാണ് ഞാൻ. ഇനി കഴുകണമെന്നില്ല കേട്ടോ. അത് കഴുകിയാൽ അതിൻ്റെ ഗുണം പോകില്ലേ. അത് തൊണ്ട് കളയുന്നതിന് മുമ്പേ കഴുകിയെടുക്കാം കേട്ടോ. നമുക്കിത് പീസാക്കി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ തൊണ്ടൊക്കെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ അരിഞ്ഞെടുക്കണം. ഇനി അരിഞ്ഞ് പീസാക്കിയാലേ മിക്സിയിലേക്ക് ഇടാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നലെ ഇത് ഇടണമെന്ന് വിചാരിച്ചിട്ട് ഇടിവെട്ടും മഴയും കൊണ്ട് കറണ്ട് അപ്പം പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നലെ ഇട്ടില്ലായിരുന്നു. രാവിലെ ഇട്ടേക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞത്. ഇതെല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട്. പെട്ടെന്ന് അരിഞ്ഞെടുക്കണം. എല്ലാവരും പറഞ്ഞു എനിക്ക് എൻ്റെ യൂട്യൂബ് ഇടുന്നതിന് താമസമുണ്ട്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ലേ ചെയ്യണം. അപ്പം നമുക്ക് താമസം ഉണ്ടാവുമല്ലോ. വേറെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലല്ലോ. അപ്പോൾ കുറച്ച് താമസമൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ആരും എന്നെ മിസ്സാക്കി കളയരുത്. അപ്പം ഞാൻ ഈ പഴവും കൂടി ഇതിനകത്തേക്ക് ഇടുവാണേ. ഇനി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം.
എല്ലാം മിക്സിയിലേക്ക് ഇടുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിലും ഒക്കെ അടിച്ച് ഷേക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ ഭയങ്കര ആരോഗ്യത്തിനും നല്ലതാണ്. നല്ല വിശപ്പും പിടിച്ചു നിൽക്കാൻ പറ്റും. പിള്ളേർക്കൊക്കെ ഇഷ്ടമാവുമെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും പിടിക്കില്ല. നമ്മൾ പഴയ ആൾക്കാരൊക്കെയാണ് ഇതിനൊക്കെ ഭയങ്കര ജ്യൂസ് അടിച്ച് ഒക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ഷേക്ക് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരൊന്നും അറിയാതെ കഴിച്ചെന്നിരിക്കും. നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് കറക്കി കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ബദാം ഇട്ടിട്ട് കറക്കാം. ഇത് ഇതാക്കി അടിച്ച് വെച്ചിരിക്കുവാണ്. ഒന്നും കളയണ്ട, ഭയങ്കര വിലയുള്ള സാധനങ്ങൾ ഇതൊക്കെ. കൈകഴിക്കട്ടെ. ഇപ്പം നമുക്കിത് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് അടിക്കണം. ഭയങ്കര തിക്കായിട്ടിരിക്കുവാണ്. പപ്പായ ഭയങ്കര തിക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്നും കൂടി അടിച്ചെടുക്കട്ടെ. അടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഒഴിക്കാം. ബാക്കി ഒന്ന് പാലും കൂടി അതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇതിൽ മധുരം ചേർത്തിട്ടില്ല കേട്ടോ. ഷുഗർ ആവശ്യമുള്ളവർ ചേർക്കുക കേട്ടോ മധുരം. ഈ തിക്നെസ് മതിയാവും. നമുക്കിത് ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മുടെ പപ്പായ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് കുട്ടികൾക്കും പ്രായമായ ആൾക്കാർക്കൊക്കെ കൊടുക്കുന്ന ഹെൽത്തിയാണ്, നല്ല ഹെൽത്തിയാണ് ഈ പപ്പായ. എല്ലാ അസുഖത്തിനും നല്ലതാണ്. പണ്ട് ഇതിൻ്റെ ഇലയൊക്കെ ഇട്ട് ഈ കൊറോണ വന്നപ്പോൾ വെള്ളം തിളപ്പിച്ച് മേല് കഴുകുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പം എല്ലാവരും ഇത് കണ്ടിട്ട് രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് സന്തോഷമായിട്ട് എല്ലാവരും ഇത് കണ്ട് ജ്യൂസ് ഷേക്കൊക്കെ കുടിച്ചിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.